രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ദീർഘകാല കരാർ റദ്ദാക്കിക്കൊണ്ട് അതിന്റെ ഇരട്ടിയിലധികം തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതാണ് ഈ വൈദ്യുതി ചാർജ് വർധനവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈദ്യുതി ഉൽപാദന സ്വകാര്യ കമ്പനികളുമായി ചേർന്നുള്ള സർക്കാരിന്റെ കള്ളക്കളിയാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് എന്ന് വളരെ വ്യക്തമാണ്. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് 2016 ഒരു യൂണിറ്റിന് 4 രൂപ 15 പൈസ മുതൽ 4 രൂപ 29 പൈസ വരെ നിരക്കിൽ ദീർഘകാല കരാർ ഒപ്പിട്ടിരുന്നു. ആ ദീർഘകാല കരാറ് റദ്ദാക്കിക്കൊണ്ട് ഇന്ന് യൂണിറ്റിന് 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 30 പൈസ വരെ നൽകിയാണ് ഇപ്പോൾ കറണ്ട് വാങ്ങുന്നത്. ആരും ചെയ്യാത്ത ഒരു പാതകമാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. അന്ന് 25 വർഷത്തെ കരാറായിരുന്നു ആര്യാടൻ മുഹമ്മദ് 2016 ഒപ്പിട്ടത്. ഇതിൽ 465 മെഗാവാട്ടിന്റെ 4 കരാറുകളാണ് 2023 സർക്കാർ റദ്ദാക്കിയത്. ജിൻഡാൽ ഇന്ത്യ പവർ 150 മെഗാവാട്ട് 4.29, ജാബുവ 115 മെഗാവാട്ട് 4 രൂപ 15 പൈസ, ജാബുവ 2 100 മെഗാവാട്ട് 4.29, ജിൻഡാൽ തെർമൽ പവർ 100 മെഗാവാട്ട് 4.29, മൊത്തം 465 മെഗാവാട്ട് കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിന് ലഭ്യമാകുന്ന കരാറായിരുന്നു ആര്യാടൻ മുഹമ്മദ് 2016 വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഒപ്പിട്ടത്. നിസ്സാര സാങ്കേതിക കാരണം പറഞ്ഞാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇത് റദ്ദാക്കിയത്. അപ്പൊ ഗവൺമെന്റ് ചോദിക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയതാണല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യും? വൈദ്യുതി മന്ത്രിയായിരുന്ന MM മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ വിൽസൺ, CPMന്റെ ഓഫീസർ സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറി പ്രദീപ് എന്നിവരാണ് റെഗുലേറ്ററി കമ്മിറ്റിയിലെ അംഗങ്ങൾ. ആ റെഗുലേറ്ററി കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെയാണ് ഈ തീരുമാനമെടുക്കുന്നത്. ഈ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാറ് ക്യാൻസൽ ചെയ്ത് ആരിൽ നിന്നാണ് ഈ വൈദ്യുതി വാങ്ങുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിലെ കള്ളക്കളി വ്യക്തമാക്കുന്നത്. അദാനിയാണ് ഏറ്റവും വലിയ ഗുണഭോക്താവ്. യൂണിറ്റിന് 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 3 പൈസ വരെ അദാനിയിൽ നിന്ന് 4 കരാറിലൂടെ ഗവൺമെന്റ് വാങ്ങുകയാണ്. 4 രൂപ 29 പൈസയുടെ കരാർ റദ്ദാക്കപ്പെട്ട ജിൻഡാൽ രസകരമായ കാര്യമാണ്. 9 രൂപ 59 പൈസയ്ക്ക് വൈദ്യുതി നൽകാൻ തയ്യാറായി എന്ന ഹ്രസ്വകാല ടെൻഡറിൽ പങ്കെടുക്കുകയാണ്. എത്ര വിചിത്രമായ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ കരാറ് പ്രകാരം കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കൊടുത്ത കമ്പനി തന്നെ വൈദ്യുതി കരാർ റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 9 രൂപ 59 പൈസയ്ക്ക് വൈദ്യുതി കേരളത്തിന് കൊടുക്കുകയാണ്. ഇത് ഈ പിണറായി ഗവൺമെന്റ് കാലത്ത് മാത്രമേ ഇത്രയും വലിയൊരു അഴിമതി നടക്കുകയുള്ളൂ. അതായത് കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. UDF ഗവൺമെന്റ് കാലത്ത് വില കുറഞ്ഞ വിലയ്ക്കുള്ള കരാറുകൾ റദ്ദാക്കി എങ്കിൽ മാത്രമേ അദാനിക്ക് ചിത്രത്തിലേക്ക് കടന്നു വരാൻ കഴിയൂ. അപ്പൊ കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിക്ക് കടന്നു വരാൻ വേണ്ടിയാണ് 2016 ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടാക്കിയ ദീർഘകാല കരാർ ഇവർ റദ്ദാക്കിയത്. 2040 വരെ കേരളത്തിലെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമായിരുന്ന ഒരു സംഭവമാണ് ഇവർ അട്ടിമറിച്ചത്. ഇപ്പോൾ അത് മാത്രമല്ല, ഇത് റെഗുലേറ്ററി കമ്മീഷൻ സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും വിശാല താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്. ഇതിന്റെ പിന്നിൽ CPM ആണ്, ഇതിന്റെ പിന്നിൽ ഇടതുമുന്നണി ഗവൺമെന്റാണ്. ഇന്ന് വൈദ്യുതി ബോർഡിന് പഴയ കരാറ് കൊണ്ട് 800 കോടി രൂപയുടെ ലാഭം ഉണ്ടാകുമായിരുന്നു. ഇന്ന് ഈ
കേരളം ലോഡ് ഷെഡിങ്ങിലേക്ക് പോകാതിരുന്നത് പോലും ഈ ദീർഘകാല കരാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നതാണ് സത്യം. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുക, ഈ കരാർ റദ്ദാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ദിവസം 10 മുതൽ 12 കോടി രൂപയുടെ നഷ്ടമാണ് ബോർഡിനുണ്ടാകുന്നത്. ഏകദേശം 3200 രൂപയുടെ വൈദ്യുതി അധിക വില കൊടുത്ത് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ മുഴുവൻ ഭാരവും കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. 2040 വരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമായിരുന്ന സാഹചര്യം, ആ ബാധ്യതയിൽ നിന്ന് കമ്പനികളെ രക്ഷിക്കാനും അദാനിക്കൊരു എൻട്രി കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേരള ഗവൺമെന്റ് ബോധപൂർവം ഈ കാര്യം ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ്. ഇതിലൂടെ 2000 കോടി രൂപയാണ് നേരത്തെ ദീർഘകാല കരാറിൽ ഒപ്പിട്ടിരുന്ന കമ്പനിക്ക് ലാഭമുണ്ടായത്. UDF സർക്കാരിന്റെ കാലത്ത് നടന്നത് അഴിമതിയാണ്, കൊള്ളയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് നിർത്തലാക്കാൻ അല്ലെങ്കിൽ ഇത് റദ്ദാക്കാനുള്ള തീരുമാനമെന്ന് എടുത്തതെങ്കിൽ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. അന്ന് ഈ ദീർഘകാല കരാർ തയ്യാറാക്കിയ ആള് തന്നെയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനിൽ അംഗമായിരിക്കുന്നത്. അദ്ദേഹം എന്താണ് മറുപടി പറയുന്നത്? ഈ കരാർ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥൻ തന്നെ റെഗുലേറ്ററി കമ്മീഷനിൽ അംഗമായിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്ത്യയിലെ സ്വകാര്യ വൈദ്യുതി നിർമ്മാണ കമ്പനികൾ കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിൽ നൽകിയിരുന്ന വൈദ്യുതി റദ്ദാക്കി അതിന്റെ 2 ഇരട്ടി തുകയ്ക്ക് വൈദ്യുതി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് ഒരു വൻ അഴിമതിയാണ്.